ഞാനൊരു സ്ഥലത്ത് ധ്യാനം കൂടാൻ പോവുകയാണ്. എൻ്റെ PG ഒക്കെ പഠിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയം വലിയ ആഗ്രഹമായി ഒരു ധ്യാനം കൂടണമെന്ന്. ഉടനെ പ്രൊഫഷണൽ സുപ്പീരിയറിനെ വിളിച്ചു പറഞ്ഞു, അമ്മ എനിക്കൊരു ധ്യാനം കൂടിയേ പറ്റൂ. ഉടനെ അമ്മ ചോദിച്ചു, എവിടെ പോയി ധ്യാനം കൂടണം? ഞാൻ പറഞ്ഞമ്മേ, എൻ്റെ വലിയൊരാഗ്രഹമാണ് അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടുക എന്നത്. ഉടനെ അമ്മ പറഞ്ഞു, പാലായിൽ നിന്ന് അട്ടപ്പാടി വരെ വളരെയേറെ ദൂരമുണ്ട്, തൽക്കാലം ഇപ്പോൾ അട്ടപ്പാടിക്ക് പോകുന്നില്ല, ഇവിടെ അടുത്തൊരു ധ്യാന സെന്ററിൽ ധ്യാനം ബുക്ക് ചെയ്യാം, പൊക്കോളാൻ പറഞ്ഞു. അനുസരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് യേശു പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ധ്യാനത്തിന് പോകാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞപ്പോ ആ വചനം ഞാനിങ്ങനെ, ഈ ആളുടെ പേര് ആരാണ് ധ്യാനം നടത്തുന്നത്? അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ ഒരു ബ്രദറിന്റെ പേരാണ് എന്നോട് പറയുന്നത്. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ബ്രദറാണ്. ഉടനെ ഗൂഗിൾ എടുത്ത് യൂട്യൂബ് എടുത്തും ബ്രദറിന്റെ പേരൊക്കെ അടിച്ചു നോക്കി, ഒന്നും ഒരിടത്തും കണ്ടില്ല. ഉടനെ എനിക്ക് അതിലും സങ്കടമായി. പ്രൊഫഷലമ്മയ്ക്ക് ഒരു വിവരമില്ലേ? ഒരു പേരും പെരുമയില്ലാത്ത ഒരാളെയാണോ ധ്യാനിപ്പിക്കാൻ വിളിച്ചിരിക്കുന്നതൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ഞാൻ ധ്യാനത്തിന് പോവുകയാണ്. അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ മാത്രം അടങ്ങിയ ധ്യാനമാണ്. ആ ധ്യാനത്തിന് ഞാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാ, അവിടെ ചെന്നു ധ്യാനം നടത്തുന്ന ബ്രദർ അവിടെ ഇരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഈ ബ്രദർ ഓരോ വചനവും പറയും. വചനം പറയുമ്പോൾ ആ വചനം ഞാൻ ബൈബിൾ എടുത്ത് മറിച്ചു നോക്കും, ശരിയാണോ തെറ്റാണോ? വിവരമില്ലാത്ത ആളായിരിക്കും നിൽക്കുന്നത്. ഓരോന്നും പറയുമ്പോഴെടുത്ത് മറിച്ചു നോക്കും. ആള് പറയുന്ന അത്ര കറക്റ്റ് അല്ല, നല്ല സ്വരമില്ല, നല്ല ടൂണില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഇവരെ ഇങ്ങനെ അളന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം വൈകുന്നേരം കിടക്കാൻ പോകുമ്പോ എൻ്റെ ചെവിയിൽ ഈശോ ചോദിച്ചു, ഇന്ന് നീ വല്ലതും ധ്യാനിച്ചോ? ധ്യാനത്തിന്റെ 1-ാം ദിവസം തീരുവാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒന്നും ധ്യാനിച്ചില്ല കർത്താവേ, എനിക്ക് ഒന്നും പിടിച്ചിട്ടില്ല, ഒന്നും അങ്ങോട്ട് എനിക്ക് ഏറ്റിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഉടനെ കർത്താവ് പറഞ്ഞു, ആ സ്കെയിൽ അങ്ങ് മാറ്റി വെക്കാൻ പറഞ്ഞു. എനിക്ക് ആദ്യമൊന്നും പിടികിട്ടിയില്ല. വീണ്ടും ഈശോ പറഞ്ഞു, സ്കെയിൽ എടുത്ത് മാറ്റി വെക്കാൻ. സ്കെയിൽ എന്തിനുള്ളതാ? അളക്കാൻ. ഞാൻ ബദറിന്റെ നീളവും വണ്ണവും പൊക്കവും വചനത്തിന്റെ സെന്റൻസുകളും കൃത്യമായി അളന്നളന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞു, സ്കെയില് മാറ്റി വെക്കണം. സ്കെയില് കൊണ്ട് വചനം അളന്നാൽ അളക്കുന്നിടത്തോളം മാത്രമേ എനിക്ക് കിട്ടൂ. എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ പോയി അളവില്ലാതെ ഒന്നിരുന്നു കൊടുത്താൽ അളവില്ലാതെ കൃപ വർഷിക്കാൻ പറ്റുന്ന ഒരു തമ്പുരാനുണ്ട്. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടനായി നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. സ്വർഗത്തിന്റെ വാഗ്ദാനമാ. കർത്താവിന്റെ ചെവി പറഞ്ഞു തന്നു. ഞാൻ ഈശോയോട് ചോദിച്ചു, എങ്ങനെ ഞാൻ പിന്നെ ധ്യാനിക്കണം ഈശോയെ? ഈശോ പറഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ, എൻ്റെ പരിശുദ്ധ അമ്മ വചനം ധ്യാനിച്ചതുപോലെ നീയും വചനം സ്വീകരിക്കാൻ കൃപ ചോദിക്കാൻ പറഞ്ഞു. ആ രാത്രിയിൽ ഉറങ്ങുന്നിടം വരെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം സ്കെയിലൊന്നുമില്ല, ബുക്കും കടലാസും ഒക്കെ എടുത്ത് ഞാൻ ധ്യാനത്തിന് ഏറ്റവും മുമ്പിൽ പോയിരുന്നു. ബ്രദർ എന്ത് വചനം പറയുന്നു അത് ഈശോ പറയുന്നതായി ഞാൻ സ്വീകരിച്ചു. വലിയ വ്യാഖ്യാനങ്ങളോ ആശയങ്ങളുടെ പെരുമകളോ ഒന്നും അവിടെ ഉണ്ടായില്ല. എനിക്കറിയാവുന്നതും ഞാൻ വായിച്ചതുമായ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറഞ്ഞപ്പോ അതെല്ലാം എൻ്റെ ബൈബിളിലേക്ക്, എൻ്റെ പുസ്തകത്തിലേക്ക് എഴുതിയെടുത്തിട്ട് ഞാൻ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് ഞാൻ പറയും, ഈശോ ഈ വചനം ഇപ്പോൾ എനിക്ക് അഭിഷേകമാക്കി മാറ്റണം. ഈശോ ഈ വചനം ഇപ്പോൾ എനിക്ക് കൃപയാക്കി മാറ്റണം. ഈ വചനം എനിക്ക് വേണം. ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ പറയാൻ തുടങ്ങി. ധ്യാനം തീരുകയാണ്. ധ്യാനം തീരുന്ന അവസാന ദിവസമായപ്പോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പ്രാർത്ഥനയുടെ ഒക്കെ സമയമാണ്. ആ സമയത്ത് ഈ ബ്രദർ ഇങ്ങനെ ധ്യാനം പരിശുദ്ധാത്മാവ് കൃപയായി നിറയും, അഗ്നിയായി നിറയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി, കർത്താവേ, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇത്രയും പേരെ അനുഗ്രഹിച്ചിട്ട് അവസാനത്തെ ഒരു തീപ്പൊരി എൻ്റെ തലയിലും കൂടെ ഇട്ടേക്കണം എന്ന് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഈശോയോട് പറഞ്ഞു. ഞാൻ തീപ്പൊരിയൊക്കെ ഈശോ ഇട്ട ഒരു ദിവസമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം പിറ്റേ ദിവസം ധ്യാനം തീർന്ന് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ്. 2016 ജൂലൈ മാസം 29-ാം തീയതി ഉച്ചയ്ക്ക് കോട്ടയത്ത് ക്രിസ്ത്യൻ കളത്തിപ്പടി ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഈ ബ്രദർ പറഞ്ഞു, പ്രിയപ്പെട്ട സിസ്റ്റർമാരെ, അച്ഛന്മാരെ, നിങ്ങൾ വളരെ നന്നായി ധ്യാനിച്ചു, നല്ല ധ്യാനമായിരുന്നു, നിങ്ങളെല്ലാവരും സഹകരിച്ചു, ഒത്തിരി നന്ദിയുണ്ട്. ഈ ധ്യാനം തീരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ മനസ്സിൽ
നിങ്ങളോട് പറയാൻ ഒരു പ്രേരണ തന്നിരിക്കുകയാണ്. അത് ഞാൻ പറയുകയാണ്, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. അദ്ദേഹം ചോദിച്ചു, ഇവിടെ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും TV ചാനലുകളിൽ കർത്താവിന്റെ വചനം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കരമുയർത്തിക്കൊള്ളുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. ഒന്നാമത് തന്നെ ബ്രദർ ഇതെങ്ങനെയെന്ന് വല്ലതും ശരിയാകുമോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഏറ്റവും മുമ്പിലാണ് ഞാൻ ഇരിക്കുക. ഏറ്റവും മുമ്പിൽ ഒന്നാമത്തെ കസേരയിൽ ഞാനും ചിരിച്ചു. കാരണം മൈക്കെടുത്തൊരു വാക്കുപോലും അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആരുടെയും മുമ്പിൽ ഞാൻ നിന്നു കൊടുത്തിട്ടില്ല. എന്റെ തൊട്ടടുത്ത് വരുന്ന ആളോട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു പ്രസംഗം പറയുവോ ഒന്നും ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ. പക്ഷേ എനിക്കറിയില്ല, ഒരു തീപ്പൊരി ഇടണമെന്ന് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമാകാൻ ആരോ പിടിച്ചു പൊക്കിയാൽ എന്നതുപോലെ എന്റെ കരം മാത്രം ഉയർന്നു നിന്നു. ബാക്കി എല്ലാ കരങ്ങളും താഴ്ന്നു നിന്നപ്പോ ഒറ്റയൊരു കരം ഞാൻ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, കൊള്ളാം സിസ്റ്ററെ, ദൈവം അനുഗ്രഹിക്കട്ടെ. 2016 ജൂലൈ മാസം 29-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് യേശു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ ചാപ്പലിൽ നിന്നുകൊണ്ട് ഒറ്റയൊരസ് ഈ ആൻമരിയ സിസ്റ്റർ പറഞ്ഞെങ്കിൽ 2017 ജൂലൈ മാസം 9-ാം തീയതി മുതൽ ഈ നാളുകൾ വരെ ശാലോം TVയിലൂടെ ഈശോയുടെ വചനം പറയാൻ സ്വർഗം എന്നെ അനുവദിക്കുമ്പോ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. വചനം പറയുന്ന വ്യക്തി ആരെന്ന് നോക്കേണ്ടതാ, പറയപ്പെടുന്ന യേശുവിന്റെ വചനമെങ്കിൽ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക യേശുവാണ്, ചോദ്യങ്ങൾ ചോദിക്കുക യേശുവാണ്. അവനോട് യേശു പറഞ്ഞാൽ അത് അപ്പാടെ മുഴുവനായിട്ട് തന്നിട്ടേ അവൻ പോകൂ. പകുതി വെക്കാൻ അറിയില്ലാത്തൊരു യേശുവിനെ ജീവിതത്തിലുടനീളം ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത് 5 അനുഗ്രഹം വേണോ എന്ന്. ഞാനല്ല ചോദിച്ചത്, യേശുവിന്റെ വചനം 5 അനുഗ്രഹം തരാൻ പോവുകയാ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണം. അങ്ങനെയെങ്കിൽ യേശുവിന്റെ മുമ്പിൽ ഇരുന്ന് അനുഗ്രഹത്തിന് വേണ്ടി കാതോർത്ത് പ്രാർത്ഥിക്കണം. 125-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ് തന്നെ പറയും, കർത്താവ് ജനത്തിന്റെ കോട്ട. എന്താണ് വചനം? കർത്താവ് ജനത്തിന്റെ കോട്ട. ഉറക്കെ പറഞ്ഞേ, കർത്താവ് ജനത്തിന്റെ കോട്ട. ഇനി നമ്മൾ പറയാൻ പോവുകയാണ് ചങ്കോട് കരം ചേർത്ത് വെച്ച്, കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ട. ഒന്നാത്മാർത്ഥമായി പറഞ്ഞേ, അഭിമാനത്തോടെ പറഞ്ഞേ, കർത്താവ് എന്റെ ജീവിതത്തിന്റെ കോട്ട. ആരാണ് ജീവിതത്തിന്റെ കോട്ട? കർത്താവാണ്. ആർക്കെങ്കിലും നമ്മളെ തൊടാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. നമ്മുടെ ഭവനത്തിനും ജീവിതത്തിനും കൊട്ട കെട്ടാൻ പോകുന്ന ആരാ? കർത്താവ്. അങ്ങനെയെങ്കിൽ ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെടാൻ പാടുണ്ടോ? ഉണ്ടോ? ആരെയെങ്കിലും പിശാചി പിടിച്ചോണ്ട് പോകാൻ പാടുണ്ടോ? ആരും നഷ്ടപ്പെടരുത്. ഈ വചനം പഠിച്ചു കഴിയുമ്പോൾ ഈ വചനത്തിന്റെ 5 അനുഗ്രഹങ്ങളും നിങ്ങളിൽ എല്ലാവരിലും വരണം. എല്ലാവർക്കും അത് വേണം. ഒന്നാമത്തെ വചനമാണ് സങ്കീർത്തനം 125-ന്റെ 1-ാമത്തെ വചനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. എന്താണ് വചനം? കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. വചനം എന്ന് പറഞ്ഞേ, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. ഇന്ന് മാത്രമാണോ? പിന്നെ എന്താ പറഞ്ഞേ? എന്നേക്കും. എങ്ങനെയുള്ളവൻ? കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നവൻ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ, കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നവൻ അചഞ്ചലമായി. ചലിക്കാൻ പറ്റുമോ അവന്? മാറിപ്പോവും അവൻ? പെടന്ന് വീണു അവൻ? ഇല്ല, അവൻ തകരില്ല. അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. ഒരു പർവ്വതത്തെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ലയോ? പർവ്വതം എന്ന് പറയുന്ന ഈ മഹാപർവ്വതത്തെ എവിടെ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇല്ലയോ? പറ്റുമോ? ഇല്ലേ? പറ്റും. പർവ്വതത്തിന് ഉയർച്ചയുണ്ട്, സ്ഥിരതയുണ്ട്, ഉറപ്പുണ്ട്. 3 വലിയ ഘടകങ്ങൾ പർവ്വതത്തിനുണ്ട്. ഉയർച്ചയുണ്ട്, സ്ഥിരതയുണ്ട്, ഉറപ്പുണ്ട്. ഈ 3 കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗം ചേർത്ത് വെക്കും. വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ
അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. വചനം പറഞ്ഞ ഉറക്കെ ഈ വചനം നിറയണം. ഇവിടെ ഈശോ വലിയ അഭിഷേകം തരുന്നതായിട്ട് കാണിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ പോരാ, വചനം ഉറക്കെ പറ. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അപ്പൊ നമ്മളെ കർത്താവ് സിയോൻ പർവ്വതം പോലെയാക്കുവോ? അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം സ്വർഗം തന്നിരിക്കുക ആരെ കെട്ടിപ്പിടിക്കാനാണ്? സ്വർഗത്തെ കെട്ടിപ്പിടിക്കാൻ, കർത്താവിനെ കെട്ടിപ്പിടിക്കാൻ, ആശ്രയിക്കാൻ, അവന്റെ കൂടെ ഇരിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയോട് പറയുകയാണ്, സിസ്റ്ററെ, ഞാൻ ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈശോ എനിക്കത് ദർശനം ഇപ്രകാരമാണ്. ക്രൂശിതനായ ഈശോയുടെ കാൽപാദത്തിൽ ആ സിസ്റ്റർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേക്കുക. അതിനെ വലിച്ചു പറിച്ചിട്ടും അത് മാറുന്നില്ല. ആ സിസ്റ്ററിനെ കുറിച്ച് വല്ലതും അറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. ചേച്ചിക്കൊരു പേര് കിട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചു പറയുകയാണ്, ആ സിസ്റ്ററിനെ കുറിച്ച് വല്ലതും അറിയാമോ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊരു ദർശനമാണ്. എനിക്ക് ആ സിസ്റ്ററിനെ കുറിച്ച് അറിയാം. ഈശോയുടെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച്, കഴിവൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, സിസ്റ്റർമാര് പ്രൊഫഷണലമ്മമാരൊക്കെ തീരുമാനിച്ച് പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ വിട്ടു. അങ്ങനെ പഠിപ്പിച്ച് സിസ്റ്റർ വലിയ കഴിവൊന്നുമില്ല, അത്യാവശ്യം TTC മാത്രമാണ്. പക്ഷെ സിസ്റ്റർ പെട്ടെന്ന് ഹെഡ് മിസ്സസ് ആയി മാറി. 10,000 സ്കൂളുകൾ കുട്ടികളുള്ള സ്കൂളില് ഹെഡ് മിസ്സസ് ആകാൻ പറഞ്ഞപ്പോ ഇതിന് ഭയങ്കര ടെൻഷനാ. ഇതിനറിയത്തില്ല, ഇതിന് ബില്ല് എഴുതാൻ പോലും കറക്റ്റ് അറിയത്തില്ല. പക്ഷെ അധികാരികൾ പറഞ്ഞാൽ അനുസരിക്കണം. സിസ്റ്ററിന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എല്ലാ ദിവസവും രാത്രിയിൽ ഈ സിസ്റ്റർ എന്ത് ചെയ്യുന്നറിയോ? സക്കറാരിയെ പോയി കെട്ടിപ്പിടിക്കും. സക്രാരിയെ പോയി കെട്ടിപ്പിടിച്ച് കരയും, കർത്താവെ എനിക്ക് കഴിയില്ലെന്ന്. ആരുമില്ല സഹായിക്കാൻ. എന്നോട് പിറ്റേ ദിവസം വിളിച്ചു പറയും, എന്റെ കൊച്ചേ, ഞാൻ പോകുമ്പോൾ ആ സമയത്ത് അവിടെ ചെല്ലുമ്പോ ഈശോ 2 or 3 കൂട്ടുകാരെ അവിടെ നിർത്തിയിരിക്കും, അവരെനിക്ക് സഹായം വരുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. അത് സിസ്റ്റർ കോലഞ്ചേരി ഭാഗത്താണ്. ആ സിസ്റ്ററിന് സ്കൂളിൽ CBSE സ്കൂളാണ് സഭയുടേതായിട്ട്. അതിന് NOC കിട്ടുക ഈ നാളുകളിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. വലിയ വലിയ ചടങ്ങുകളാണ്, ഒത്തിരി നൂലാമാലകളാണ്. അപ്പോ ഈ സിസ്റ്ററിന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സക്രാരിയെ കെട്ടിപ്പിടിച്ച. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. 1 വർഷമായി എല്ലാ ദിവസവും രാത്രി സക്രാരിയെ കെട്ടിപ്പിടിച്ച് പറയും, നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചേക്കുക, ഇതെന്നെ സഭ ഏൽപ്പിച്ചിരിക്കുന്നതാ, എനിക്കിത് തന്നേ പറ്റൂ. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കും സിസ്റ്റർ. ഞാനും പറയും, സിസ്റ്ററെ, അത് ഈശോ തരും. ഈശോ എനിക്ക് തന്ന മെസ്സേജ് അനുസരിച്ച് അത് കിട്ടുക തന്നെ ചെയ്യുന്നായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എനിക്ക് സിസ്റ്ററിന്റെ മെസ്സേജ് വന്നു. അൻമരിയ സിസ്റ്ററെ, ഞങ്ങളുടെ സ്കൂളിന് NOC കിട്ടി. കരഞ്ഞു ഞാൻ മടുത്തു സിസ്റ്ററെ. സക്രാരിയുടെ താഴെ ഇരുന്ന് കരഞ്ഞുപോയി. സക്രാരിയിൽ നിന്ന് കൈ നീട്ടി എന്നെ കെട്ടിപ്പിടിച്ച എന്റെ ഈശോയെ ഞാൻ കണ്ടു കേട്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, 2 സമർപ്പിതരുടെ ജീവിതം നിങ്ങളോട് ഞാൻ പറഞ്ഞു വെച്ചെങ്കിൽ ഇതിനപ്പുറമാണ് പാവപ്പെട്ട കുടുംബജീവൻ നയിക്കുന്ന അമ്മച്ചിമാരുടെയും ചില അപ്പച്ചിമാരുടെയും ജീവിത കഥകൾ. യേശുവിനെ കെട്ടിപ്പിടിച്ച് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ വഴിയില്ലാഞ്ഞിട്ടും കെട്ടിപ്പിടിച്ച് അവന്റെ കാൽപാദത്തിൽ കിടന്ന് ചോദിച്ചു മേടിക്കുന്ന ജീവിതങ്ങളുണ്ട്. എനിക്കറിയാവുന്ന 2 ദമ്പതികളുണ്ട് ദുബായിൽ. വലിയ കച്ചവടത്തില് കെണികളിൽപ്പെട്ട് വിസ എല്ലാം എക്സ്പയർ ആയി, ഒന്നും അവർക്കില്ല, ഒന്നുമില്ലാതിരിക്കുന്ന 2 മനുഷ്യര് സങ്കടം കൊണ്ട് നീണ്ട മെസ്സേജുകൾ എനിക്ക് അയച്ചുകൊണ്ടിരിക്കും. ഇവർ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈശോയുടെ മുമ്പിൽ പോയി ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കും. എന്നും വൈക്കം സിസ്റ്ററെ, ഇന്നും ദീപികാടിന്റെ സന്നിധിയിലായിരുന്നു. ഞങ്ങളുടെ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റില്ല, വിസ അടിച്ചിട്ടില്ല സിസ്റ്ററെ, പണം തരാനുള്ളവർ ആരും തന്നിട്ടില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവരെനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 8 മാസത്തോളമായി കാണും. ഈ കഴിഞ്ഞ മാസത്തിലാ അതിനൊരു ഉത്തരം ഈശോ അവർക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് പറഞ്ഞു, ഒരു കാര്യം കൂടെ സാധിക്കാറുണ്ട് സിസ്റ്ററെ, അതിന് മുമ്പിൽ ഞങ്ങൾ നാണം കെട്ട് കരയുകയാ, സിസ്റ്റർ പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ അതല്ല, അതിനപ്പുറത്ത് ഈ മനുഷ്യര് ഈശോയുടെ പക്കൽ നിന്ന് എഴുന്നേക്കില്ല, അവിടെ കെട്ടിപ്പിടിച്ചിരിക്കുക. ഇവിടെയാ സിസ്റ്ററെ ഞങ്ങൾ ഇരിക്കുന്നത്, ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഉത്തരം കൊടുത്തെന്റെ ഈശോ അവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. വചനം പറയില്ലേ,
കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. എത്ര വലിയ ദുരിതമുണ്ടെങ്കിലും ഈശോയെ നീ കെട്ടിപ്പിടിക്ക്. ഈശോയെ കെട്ടിപ്പിടിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരും. ഈശോയെ കെട്ടിപ്പിടിക്കുക എന്നതാ ഒന്നാമത്തെ അനുഗ്രഹം. ആരുടെയും റെക്കമെൻഡേഷൻ വേണോ? കർത്താവിന്റെ അടുക്കലോട്ട് പോകാൻ വേണോ? വില്ലേജ് ഓഫീസിൽ പോകാൻ റെക്കമെൻഡേഷൻ വേണം. പല കാര്യങ്ങൾ നടക്കണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. അല്ലെങ്കിൽ പേപ്പറുകളും ഫയലുകളുമായി നിങ്ങൾ നടക്കും. ഈശോയുടെ അടുക്കൽ പോകാൻ ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട. അവന്റെ അധികാരം തിരിച്ചറിഞ്ഞാൽ നീ ഇങ്ങനെ ചങ്കുപൊട്ടിയിരിക്കില്ല. അവനെ കെട്ടിപ്പിടിച്ചാൽ നിന്റെ ജീവിതത്തിൽ എല്ലാം ആകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നാമത്തെ അനുഗ്രഹം ചോദിച്ചു മേടിക്കണം. പിരിയാതെ അവനെ കെട്ടിപ്പിടിക്കാൻ ഒരു കൃപ. 2 കരങ്ങളും ഉയർത്തി വചനം ഏറ്റുപറഞ്ഞ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സീയോൻ പർവ്വതം പോലെയാണ്. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്റെ കുടുംബം അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്റെ മക്കൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കൾ അങ്ങയിൽ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോ? മക്കളെ ഓർത്ത് കരയുന്ന കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഇത് പറഞ്ഞപ്പോൾ സ്വരം താത്തി വെച്ചു. ഞാൻ ആശ്രയിക്കുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയെ ആശ്രയിക്കുന്നുണ്ട്. മക്കളും കർത്താവിൽ ആശ്രയിക്കണം, ഈശോയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവരെ, പറയാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങളെ കുറിച്ചല്ല ഞാനിപ്പോ പറയുക. ഈശോയിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതം തകരില്ല, തകർക്കാൻ പറ്റില്ല. അപ്പോൾ ഈശോയിൽ ആശ്രയിക്കുക എന്നതാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വചനം വലിയ അനുഗ്രഹമാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു. വചനം പറഞ്ഞേ, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കൊരു കുടുംബത്തെ അറിയാവേ. അവര് ഒത്തിരി ആഗ്രഹിച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചൊരുങ്ങി വിവാഹ ജീവിതത്തിലേക്ക് വന്നു. വിവാഹം കഴിച്ച് ഒരു 2.5 വർഷമായി, കുഞ്ഞുങ്ങളൊന്നുമില്ല. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു കുഞ്ഞിനെ ഈശോ കൊടുക്കുകയാണ്. അവൾ പ്രഗ്നന്റ് ആയി 2-ാം മാസം അറിയുകയാണ് ഇവൾക്ക് ക്യാൻസർ ആണെന്ന്. നിങ്ങൾക്കറിയോ അവരുടെ വേദന എത്ര വലുതായിരിക്കുമെന്ന്. ഇവര് ഭയങ്കര വിഷമത്തില്, സങ്കടത്തില്. പക്ഷെ ഇവര് പതറിയില്ല. ഇവർക്ക് ഞാൻ കുറെ വചനങ്ങൾ അയച്ചു കൊടുത്തു. ഞാനോട് പറഞ്ഞു, ഈശോ കൂടെയുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഈശോ പറഞ്ഞില്ലേ. എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം. കീമോയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്കറിയാം കീമോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥ. അങ്ങനെ കീമോ 12 എണ്ണം തീരുമ്പോൾ എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ അയച്ചിരിക്കുന്ന എന്താണെന്നറിയോ? മുടിയൊന്നുമില്ല. ആ പെൺകുട്ടി, സിസ്റ്റർ, ഞാൻ ഈശോയിൽ, ഒരു പേപ്പർ, വലിയൊരു ചാർട്ട് പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഈശോയിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നേറെ സന്തോഷവതിയാണ്. ഇന്ന് എൻ്റെ കീമോയുടെ ലാസ്റ്റ് ഡേറ്റും 8-ാം മാസത്തിലുമാണ് ഞാനെന്ന് ആ പെൺകുട്ടി അയച്ചപ്പോൾ അത് കണ്ട് ഞാൻ കരഞ്ഞു. ഇന്നവർക്ക് ഒരു ഈശോ ഒരു നല്ല പെൺകുഞ്ഞിനെ കൊടുത്തു. സുന്ദരിയായ പെൺകുട്ടി, നല്ല രസമുണ്ട്. എന്നോട് ചോദിക്കും, സിസ്റ്ററെ, ഞങ്ങളുടെ കുഞ്ഞിന് എന്തേലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, കുഞ്ഞിനെ കാണണം. ഇവർ കുടുംബജീവിതം സന്തോഷമായിട്ട് നയിക്കുക. ഒരു രാത്രിയെങ്കിലും നിങ്ങളാണ് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഈശോയിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം എന്ത് വന്നാലും അവരെ ആര് പൊതിഞ്ഞിട്ടുണ്ടാകും? ഈശോ പൊതിഞ്ഞിട്ടുണ്ടാകും. പിന്നെ അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ? പറയാൻ എളുപ്പമാണ്, എനിക്കും അറിയാം, പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒരു കുടുംബം നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ച് ഞാൻ കാണിക്കുകയാണ്. ആ കൊച്ചിന്റെ ഫോട്ടോയൊന്നും എൻ്റെ മനസ്സിൽ നിന്നും ആയില്ല. കീമോയുടെ പേപ്പറിൽ ഇങ്ങനെ എഴുതി, ഒരു വലിയ പേപ്പറിൽ കീമോ തീരുന്ന ദിവസം എനിക്ക് എഴുതി അയച്ചിരിക്കുന്നത് ഞാനത് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. എൻ്റെ മഠത്തിലും എനിക്ക് അറിയാവുന്ന, കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, എനിക്ക് അത്രയൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ലെന്ന് എനിക്ക് തോന്നും.
ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് വരുമ്പോ ഇതുപോലൊരവസ്ഥയിലേക്ക് എത്തിപ്പെടണം. കർത്താവിനെ പൊതിഞ്ഞിട്ടുണ്ട്, കർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. കർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ റോമ 8:31 വചനം പറയും, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ, പറഞ്ഞ ചേട്ടന്മാരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ഇല്ല, ഉത്തരവില്ല. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? വചനം പറ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ആർക്കും എതിരെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവിടെ വചനം പറയാണ്, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ജെറുസലേം നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജെറുസലേം നഗരത്തിന്റെ ഉള്ളിലാണ് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുക. ഈ ജെറുസലേം നഗരത്തിന് ചുറ്റും പർവ്വതങ്ങൾ ഇങ്ങനെ അട്ടിയിട്ട് അടുക്കി നിൽക്കുകയാണ്. അപ്പോ ഒരു ശത്രു സൈന്യം ഇങ്ങ് വന്നാൽ ആ സൈന്യത്തിന് ഒന്നാകെ ഈ നഗരത്തിലേക്ക് ഇടിച്ചു കയറാൻ പറ്റില്ല. കാരണം വീതി കുറവാണ്. പർവ്വതങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. ദാവീദ് ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ ദാവീദാണ് സങ്കീർത്തനം 125:2 പറയും, പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ കണ്ടോ? ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അവൻ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. തകരില്ല, നമ്മൾ വീണ് പോവില്ല. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് പല ജീവിതങ്ങൾക്കും ഈ ഒരു ബോധ്യമില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഈശോയെ കെട്ടിപ്പിടിക്കുകയാണ് നീ. അങ്ങനെ നീ ഈശോയെ കെട്ടിപ്പിടിക്കുമ്പോ ഈശോയ്ക്ക് കൈ നീട്ടി കെട്ടിപ്പിടിക്കാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ ഇല്ലയോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുവോ ചേട്ടന്മാരെ? ഇല്ല. നിങ്ങൾ പോലും അറിയാതെ ആ കൈകൾ ആരെങ്കിലും പിടിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതറിയാതെ നീളും. ഞാൻ എൻ്റെ ഈശോയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോ സ്വർഗം എൻ്റെ ജീവിതത്തോട് ചേർന്നിരിക്കും, ഒട്ടിയിരിക്കും. നിങ്ങൾ ഓർത്തോണം, ഇതെന്റെ ഈശോയും ഇത് ഞാനുമാണെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും, ഇതുപോലെ ഒന്നായിട്ടിരിക്കും. അതാണ് കർത്താവ് ഇന്നലെ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും. വേർപിരിക്കാനാവാത്തൊരു ബന്ധം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ നിങ്ങൾ തിരിച്ചറിയണം. അതൊരു അനുഭവമായി ജീവിതത്തിലേക്ക് വരണം. എനിക്കൊരു കൂട്ടുകാരൻ കൊച്ചുണ്ട്. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ കൂടലി വന്നപ്പോഴെങ്ങാനും ഒരു ജിൻസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച്? ഉണ്ടോ? ഇല്ല. ഒരു 32 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനുണ്ട്. പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ളതുകൊണ്ടേ ഓർമ്മയില്ലാത്തോണ്ട് ചോദിച്ചത്. ഒരു ചെറുപ്പക്കാരൻ, അവന്റെ ജീവിതം എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചൊരു ജീവിതമാണ്. എനിക്കറിയില്ല, ഇങ്ങനെ ഈശോ കൂടെ നടക്കുവോ? ഇതുപോലെ ഈശോ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. അവന്റെ ജീവിതത്തിൽ അവനൊരു രാത്രിയില്, കഴിഞ്ഞ വർഷമാണ് മഠത്തിൽ വരിക, അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, ഞാൻ സമയം 6:30 കൊടുത്തത്, വന്നത് 7 മണിക്ക്. ടെൻഷൻ അടിച്ച് ആദ്യ കയറി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ എന്നോട് ക്ഷമിച്ചേക്കണേ, 1/2 മണിക്കൂർ വൈകിപ്പോയി. ഞാൻ പറഞ്ഞു, സാരമില്ലടാ, നീ കയറിയിരിക്കും. എന്നെ കെട്ടിയിരുത്തി അവനോട് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, എനിക്ക് ദൈവഹിതം വെളിപ്പെടാൻ സിസ്റ്റർ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എന്ത് ദൈവഹിതമാണ് വെളിപ്പെടേണ്ടത്? സാധാരണ യുവജനങ്ങൾ വന്നാൽ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറയും, അല്ലെങ്കിൽ പറയും കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കാൻ പറയും, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാകാൻ പ്രാർത്ഥിക്കാൻ പറയും. യുവാക്കളും യുവതികളും വരുമ്പോൾ ഇതൊക്കെയാ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടുള്ളൂ. വ്യത്യസ്തമായി ഒരു യുവാവ് വന്നിട്ട് പറയുകയാണ്, എന്റെ മേലുള്ള ദൈവഹിതം എന്താണെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പറയാമോ? അപ്പോൾ എനിക്ക് വലിയ ആകാംക്ഷയാണ്. എത്ര ക്ഷീണമുണ്ടെങ്കിൽ ഇവനെ കേട്ടിട്ടേ ഉള്ളെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അവനെ എൻ്റെ മുമ്പിൽ പിടിച്ചിരുത്തി അവനോട് ചോദിച്ചു, നീ എന്ത് ചെയ്യുകയാണ്? അവനെന്നോട് പറഞ്ഞു, ഞാൻ കേരളത്തിന് വെളിയിൽ വലിയ പേര് കേട്ട ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന മാനേജറാണ്. അപ്പോ ഞാൻ അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ വന്നത് എന്തിനാ? സിസ്റ്ററെ, ഈ ജോലി രാജിവെച്ചിട്ട് പുതിയ ഒരു കാര്യം കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജോലി രാജിവെക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. രണ്ടാമതൊരു അഭിപ്രായം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിനക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? അവൻ പറഞ്ഞു, പപ്പ, അമ്മ, ഞങ്ങൾ 3 മക്കളാണ്, 2 അനുജത്തിമാരുണ്ട്. അപ്പോ
ഞാനോട് ചോദിച്ചു, നിന്റെ സാലറിയൊക്കെ എത്രയുണ്ട്? അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് പ്രതിമാസം കിട്ടുക 2,50,000 രൂപയാണ്. ഒരു നുണയല്ല കേട്ടോ. ആരും കണ്ണും വായും പിടിക്കണ്ട. നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, ഇന്നവന് 33 വയസ്സുണ്ട്, എന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ഇത്ര ലക്ഷം രൂപയാണ് സാലറി. അത് കേട്ടപ്പോ എനിക്ക് വലിയ ബഹുമാനമായി. കാരണം ചെറിയൊരാളല്ല എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് പഠിച്ചത്? അപ്പോൾ അവനോട് പറയുകയാണ്, സിസ്റ്ററെ, എനിക്ക് സ്വന്തമായി 10ാം ക്ലാസ്സിൽ 250 മാർക്ക് മേടിച്ച ഒരു മാർക്ക് ലിസ്റ്റ് അല്ലാതെ +2 ഇല്ല, ഡിഗ്രി ഇല്ല, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ഒരു സർട്ടിഫിക്കറ്റുകളും എന്റെ കയ്യിലില്ല കേട്ടോ എന്നിവൻ പറഞ്ഞപ്പോ എനിക്ക് വീണ്ടും ആകാംക്ഷയായി. ഞാൻ ചോദിച്ചു, എന്നിട്ട് പിന്നെ എങ്ങനെ നീ അവിടെ എത്തി? ഇത്രയും വലിയ സാലറി മേടിക്കുന്ന ചെറുപ്പക്കാരനായി നീ എങ്ങനെ അവിടെ എത്തി? പ്രതിമാസം അവൻ പറയും, ഓരോ ദിവസവും ഞാൻ 1000 കോടി പ്രൊജക്ടുകൾ എന്റെ കമ്പനിക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് ഞാൻ ഒപ്പിടും. എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്, ഞാൻ ഒപ്പിടും. കാര്യങ്ങൾ സാധിക്കാൻ, ലൈസൻസ് കിട്ടാൻ ബോംബെയിലെ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഒറ്റയ്ക്ക് കയറി ഇറങ്ങി 4-5 മണിക്കൂറുകൾ മന്ത്രിമാരോട് ഒരുമിച്ച് ഒറ്റയ്ക്ക് സംസാരിച്ച് കാര്യം സാധിച്ച് ഇറങ്ങി വരുന്ന വ്യക്തിയാണ് സിസ്റ്ററെ ഞാൻ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, എങ്ങനെ നീ അവിടെ എത്തി? എനിക്കതറിയണം. അവന്റെ ജീവിതം അറിയാൻ ആഗ്രഹിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സിസ്റ്ററെ, എന്റെ പപ്പ നല്ല മദ്യപാനിയായിരുന്നു, നല്ല മദ്യപാനി. ഒന്നും വീട്ടിലേക്ക് സമ്പാദിച്ചിട്ടില്ല. മദ്യം കഴിച്ച് കടത്തണ്ണെ കിടന്നുറങ്ങും. അമ്മ അടുത്തുള്ള കടകളിലൊക്കെ പോയി ജോലി ചെയ്ത് എന്നെയും പെൺമക്കളെയും പഠിപ്പിച്ചു. 10ാം ക്ലാസ്സിലെത്തിയപ്പോ ഞാൻ പരീക്ഷ പഠിച്ച് പാസ്സായി കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു, മോനെ ജിൻസ, ഇനി നിന്നെ പഠിപ്പിക്കാൻ വിടാൻ അമ്മയുടെ കയ്യിൽ കാശില്ല. കൊച്ചുപോയി ഒരു കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്മയെ സഹായിക്കും, ഈ പെങ്ങന്മാരെ പഠിപ്പിക്കണ്ടേ? വേദനയും സങ്കടവും ഒക്കെ തോന്നി. അവൻ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ അമ്മ എന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തന്നു. അൾത്താരയിലെ മദ്ബഹായിലേക്ക് നോക്കിയിട്ട് അമ്മ എന്നോട് പറഞ്ഞു, ജിൻസൻകുട്ട, നിനക്ക് ആഗ്രഹമുണ്ടോ മദ്ബഹായ് ശുശ്രൂഷ ചെയ്യാൻ? അമ്മ അച്ഛനോട് പറയാം. അവൻ പറഞ്ഞ, അമ്മയെ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ 7ാം ക്ലാസ് മുതൽ അൾത്താരയുടെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് കുർബാന പുസ്തകമെടുത്ത് മദ്ബഹ ക്ലാസ്സിൽ 252 മാർക്ക് മേടിച്ച് പാസ്സായി കഴിഞ്ഞപ്പോ അവന്റെ ജീവിതം തീരുകയാണെന്ന് അവന് തോന്നിപ്പോയി. ബലിപീഠത്തിന് മുമ്പിൽ പോയി നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനല്ലാതെ മറ്റൊന്നിനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു രാത്രി അവൻ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മയുടെ പേഴ്സിലിരുന്ന 200 രൂപയും എടുത്ത് വീട് വിട്ടിറങ്ങി. വഴി അറിയില്ല, ഭാഷ അറിയില്ല, മലയാളം മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ കയറി യാത്ര ചെയ്ത് ചെന്നുപെട്ടത് ബോംബെ നഗരത്തില്. കൊച്ചു കുഞ്ഞ്, 15 വയസ്സ് കഴിഞ്ഞ ഈ കുട്ടിയെ എല്ലാവരും നോക്കും, ഭാഷ അറിയില്ല. കൈനീട്ടി തെണ്ടി നടക്കുന്ന സമയത്ത് ചെന്നുപെട്ട ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ആംഗ്യം കാണിച്ചും പറഞ്ഞുമൊക്കെ തോന്നിയപ്പം ഭക്ഷണം കഴിച്ചിട്ട് 7 ദിവസമായി കൊച്ചിനെ കണ്ട് അവര് ഭക്ഷണം കൊടുത്തു. അവര് പറഞ്ഞു, പാത്രം കഴുകാൻ നിന്നോളാൻ. പാത്രം കഴുകും, ഹോട്ടൽ വരാന്തയിൽ കിടന്നുറങ്ങും. കൊച്ചു കുഞ്ഞിന്റെ ജീവിതം ചെറുതൊന്നുമല്ല. അപ്പോഴും 7 വയസ്സ് മുതൽ അൾത്താരയിൽ ഓർമ്മ, 7ാം ക്ലാസ് മുതലുള്ള അൾത്താരയുടെ ഓർമ്മ അവന്റെ ചങ്കിൽ ഇങ്ങനെ പതിഞ്ഞിരുന്നത് കൊണ്ട് അവൻ തിരയാൻ തുടങ്ങി. എവിടെയാണ് മദ്ബഹ, എവിടെയാണ് അൾത്താര? പറയാൻ അറിയില്ലെങ്കിലും കൊച്ചു കൊച്ചു വാക്കുകളിലും ആംഗ്യമൊക്കെ കാണിച്ച് അവൻ ആ ഹോട്ടലുടമയോട് പറഞ്ഞു, എനിക്കൊരു പള്ളിയിൽ പോകണം, എനിക്കൊരു പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ പള്ളിയിലേക്ക് ഈ മനുഷ്യൻ അവിടെ എത്തിക്കുമ്പോ ഇവന്റെ അനുഗ്രഹം പോലെ ഒരു മലയാളി വൈദികൻ ആ പള്ളിയിൽ. അവൻ കാര്യങ്ങളൊക്കെ സങ്കടത്തോടെ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് എന്റെ കൂടെ താമസിക്കാം. അത് നമ്മുടെ സീറോ മലബാർ പള്ളി. ഈ കൊച്ചു യാക്കോബായ സമുദായത്തിലെ ചെറുപ്പക്കാരൻ. അവൻ പറഞ്ഞു, അച്ഛ, എനിക്ക് മദ്ബഹായുടെ അടുത്ത് നിന്നാൽ മാത്രം മതി അച്ഛ. അച്ഛൻ ഇവന്റെ ആഗ്രഹം കണ്ട് എന്നും കുർബാനയ്ക്ക് കൂടാൻ ഇവനെ പഠിപ്പിച്ചു കൊടുത്തു. ആ കുർബാനയ്ക്ക് കൂടും. രാവിലെ പോയി ഹോട്ടലിൽ പോയി പാത്രം കഴുകും. വൈകുന്നേരം വന്ന് അച്ഛന്റെ മേടയിൽ അച്ഛന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. വർഷം 2 കഴിയുമ്പോ അച്ഛനെ സന്ദർശിക്കാൻ
ഇന്ന് അവൻ ഏത് കമ്പനിയുടെ മാനേജറാണോ ആ കമ്പനിയുടെ ഏറ്റവും വലിയൊരാള് അച്ഛന്റെ ഇടയ്ക്ക് ഒരു ആവശ്യം തേടി വരുമ്പോ അച്ഛൻ ഈ കൊച്ചിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, പറ്റുമോ ഇവനെ ഒന്ന് രക്ഷിക്കാൻ? കൂട്ടിക്കൊണ്ട് പോയതാ. ആദ്യമൊക്കെ ഒരു മുറിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് മറ്റൊരു മുറിയിലേക്ക് കൊടുക്കും. അവര് പറയുന്ന ഫയൽ ഈ മുറിയിലേക്ക് കൊടുക്കും. ഇത് മാത്രമേ അതിനറിയത്തുള്ളൂ. ഭാഷ ഒരുവിധം പഠിച്ചെടുത്തു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുമ്പോ അൾത്താര വിടാത്തൊരു ജീവിതം അവനുണ്ടായിരുന്നു. അൾത്താരയിലെ കർത്താവ് അവനെ ഇങ്ങനെ പൊക്കിയെടുക്കാൻ തുടങ്ങി. കാരണം അവൻ കെട്ടിപ്പിടിച്ചത് അൾത്താരയിലെ യേശുവിനെയാ. വിശുദ്ധ ബലിപീഠത്തിലെ യേശുവിനെ കെട്ടിപ്പിടിച്ചപ്പോ യേശു അവനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി. അവിടുത്തെ മാനേജർക്ക് മനസ്സിലായി ഇവൻ എന്തോ അസാമാന്യ കഴിവുണ്ട്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഡ്രൈവിംഗ് പഠിച്ചു. അവന്റെ ജോലിയിൽ കുഞ്ഞു കുഞ്ഞു പ്രൊമോഷൻ കൊടുത്തു. അവൻ കുറെ ദിവസങ്ങൾ കൊണ്ട് ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. മാസങ്ങൾ പിന്നിടാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്തില്ലായിരുന്നു, ഒരു വീട് പോലും ഇല്ലായിരുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് കോതമംഗലത്ത് യാക്കോബായ കത്തീഡ്ര പള്ളിയുടെ തൊട്ടുപുറകിൽ 2 നില വീടുണ്ട്. അവന്റെ അപ്പൻ ഏത് ശുശ്രൂഷയ്ക്കും ഏറ്റവും മുമ്പിൽ വന്ന് ബൈബിളുമായി വന്നിരിക്കുന്ന വലിയ വിശുദ്ധനായ ഒരു മനുഷ്യൻ ഇവന്റെ അപ്പൻ. പെങ്ങന്മാര് 2 പേരും പുറത്ത് കല്യാണം കഴിച്ചു പോയി. വീട്, വാഹനങ്ങളേറെ ആഗ്രഹിച്ചതൊക്കെ കർത്താവ് കൊടുത്തു. ജിൻസൺ ഒരു കാര്യം മാത്രം മറന്നില്ല. അവന് ജോലി കിട്ടിയപ്പോൾ, ജോലിയിൽ ശമ്പളം കൂടി തുടങ്ങിയപ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി അവിടെ നിന്ന് അവൻ ട്രെയിൻ കയറിയോ ബസ് കയറിയോ നാട്ടിലേക്ക് വരും. നാട്ടിൽ വന്ന് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തെറിഞ്ഞ് വണ്ടി വിളിച്ച് അവൻ ഓരോ വീടുകളിലേക്കും പോകും. വീടുകളിൽ കിടക്കുന്ന പാവപ്പെട്ട അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും കുളിപ്പിച്ച് തന്റെ വണ്ടിയിൽ കയറ്റി ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുവന്നിരുത്തും. കുർബാന കൊടുക്കും. ഒരു കുർബാന സ്വീകരിക്കുന്നതും കുമ്പസാരിക്കുന്നതും കണ്ട് മറഞ്ഞു നിന്ന് സന്തോഷിക്കുന്ന ചെറുപ്പക്കാരന്റെ ജീവിതമുണ്ട്. അവൻ അങ്ങനെ എല്ലാ ഞായറാഴ്ചകളും വരാൻ തുടങ്ങി. ഇവൻ വിളിക്കുമ്പോ വരാൻ ഒരുപാട് ആളുകൾ ഉണ്ടായി. അവന്റെ ജീവിതത്തെ ഈശോ ഉയർത്തി. എന്തൊക്കെ ഇല്ലായിരുന്നു മുഴുവൻ കൊടുത്തു. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഈ അൾത്താരയിലെ യേശുവിനെ കെട്ടിപ്പിടിക്കാൻ നീ ആഗ്രഹിച്ചാൽ അവൻ നിന്റെ ജീവിതത്തെ ഉയർത്താൻ തുടങ്ങുമെന്ന് സ്വർഗം എനിക്ക് കാണിച്ചു തന്ന ഒരു അനുഭവമാണ് എന്റെ കൺമുമ്പിൽ.